വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ ഇസ്സത്തിന്റെ ഓഫറാണ്. ഇസ്സത്തിന്റെ ഓഫറാണ്. അതുകൊണ്ട് ഇസ്സത്തിന് 3 മുദ്രാവാക്യങ്ങളാണുള്ളത്. റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ. നമുക്ക് ഖുർആൻ തന്നെ ഒരു ഓഫറാണ്. അതന്നെ നിങ്ങൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയ അള്ളയാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ തൃപ്തിപ്പെടുക. 3-ാമത്തെ എന്റെ ദീൻ ഇസ്ലാമാണ്. ഇതിൽ നിങ്ങൾക്ക് അഭിമാനം വിശ്വാസം മാത്രം പോരാ, അഭിമാനവും തൃപ്തി ഉണ്ടെങ്കിൽ ഷാഹി സമ്പൽ ജുമാ മസ്ജിദിലെ എല്ലാ സൗണ്ട് സിസ്റ്റവും പോലീസ് ബലം പ്രയോഗിച്ചഴിച്ചു കൊണ്ടുപോയി. 76 വയസ്സുള്ള ഒരു വയോധികനായ മുഅദ്ദിൻ അതിന്റെ ഏറ്റവും മുകളിൽ വലിഞ്ഞു കയറി ബാങ്ക് വിളിക്കാൻ. അദ്ദേഹത്തിന് ബാങ്ക് താഴേന്ന് കൊടുത്താൽ മതി, പക്ഷെ ആ വിളിക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ടല്ലോ. റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. സുഫിയാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ നിസ്കരിക്കണ്ടെന്ന് യോഗി സർക്കാർ പറഞ്ഞു. അപ്പൊ വീട്ടിൽ തറാവീഹ് ജമാഅത്ത് ഉണ്ടാക്കി. തറാവീഹ് വീട്ടിൽ നിസ്കരിച്ചതിന് ഫൈനായി 5 ലക്ഷം രൂപ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. 5 ലക്ഷം കൊടുത്തു, ഇനി നാളെ മുതൽ തറാവീഹ് വേണ്ട എന്നാ ചെറുപ്പക്കാരൻ വിചാരിച്ചില്ല. പിന്നെയും തറാവീഹ് നിസ്കരിക്കും. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അഅ്സന. അതുകൊണ്ടാണ് ലാ ഹിജ്റത ഇല്ലാ ലിൽ ഖുദുസ് എന്ന് റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ അധികായകന്റെ മുന്നിൽ ഒരു നേരത്തെ മര്യാദക്ക് ഭക്ഷണം കിട്ടാത്തൊരു ജനത വിളിച്ചു പറഞ്ഞു. ഖുർആൻ അല്ലാഹു ഇറക്കിയ ഈ പരിശുദ്ധ മാസത്തിൽ ഖുർആനിനെ കുറിച്ച് പറയാനും കേൾക്കാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിൻ്റെ റെക്കോർഡ്, നമ്മുടെ ഒരു ലൈഫ് ഹിസ്റ്ററി, നമ്മുടെ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി, അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്താണ് എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അപ്പം നമ്മൾ ഈ വാട്സപ്പിലൊക്കെ പല ഗ്രൂപ്പുകളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചാറ്റ് ചെയ്യും. നമ്മൾ ഫോൺ ഹാങ് ആവുമ്പോൾ, മെസ്സേജ് ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഇതേപോലെ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലിയർ ചാറ്റ് ചെയ്യാൻ, ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ, ശുദ്ധീകരിക്കാൻ സമയം ചെലവഴിക്കേണ്ട സന്ദർഭമാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൊക്കേഷനിലൊക്കെ ഷൂട്ടിങ് പോയി കണ്ടാൽ നിങ്ങൾക്കറിയാം, പല ഭാഗങ്ങളിൽ നിന്ന് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. ഒരാംഗിളിൽ ക്യാമറ വെച്ചിട്ടല്ലല്ലോ ഒരാൾ അഭിനയിക്കുക. മുകളിൽ നിന്നുണ്ടാവും, താഴെ നിന്നുണ്ടാവും, സൈഡുകളിൽ നിന്നുണ്ടാവും. കാരണം ആ നടന്റെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഭാവങ്ങൾ, വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ, അതൊരു ക്യാമറ കൊണ്ട് മാത്രം കഴിയില്ല. ഇതേപോലെ താഴെയും മുകളിലും സൈഡിലുമൊക്കെ ക്യാമറയുള്ള മനുഷ്യരാണ് നമ്മൾ. 24/7 നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമത് നമ്മൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമി തന്നെ പറയും, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ ഫഖാലൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. നമ്മൾ ജീവിച്ച എവിടെ കണ്ടോ, ഗൾഫിലാണെങ്കിൽ ഗൾഫിലെ ഭൂമി, വളാഞ്ചേരിയിലും കുറ്റിപ്പുറത്തുമൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഭൂമി, നമ്മൾ ചവിട്ടി നടന്ന ഭൂമി നമുക്കെതിരെ പറയുന്നൊരു ദിവസമുണ്ട്. ആ സമയത്ത് നമ്മൾ ചോദിക്കും, മാലഹ, എന്തു പറ്റി? അപ്പൊ ഭൂമി നമ്മുടെ ഒരു ക്യാമറയാണ്.
പിന്നെ അല്ലാഹു പറയാണ്, നിങ്ങളുടെ കേൾവി, അതുപോലെ കാഴ്ച, തൊലികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. അപ്പോൾ നമ്മൾ ആ തൊലിയോട് ചോദിക്കും, ലിമ ഷഹിദ അലയ്യ, നീ എനിക്കെതിരെ എന്തിനാണ് സാക്ഷി പറയുന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അവര് പറയും, അല്ലാഹു എല്ലാത്തിനും സംസാരിക്കാൻ കഴിവ് നൽകി അല്ലാഹു ഇന്ന് ഞങ്ങൾക്കും സംസാരിക്കാൻ കഴിവ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ബ്യൂട്ടി കെയറിൽ പോയി സമയം ചെലവാക്കി പരിപാലിക്കുന്ന ശരീരം നമ്മളെ തള്ളിപ്പറയും. നമ്മളെ കേൾവിയും കാഴ്ചയും നമുക്ക് സാക്ഷി പറയും. നമ്മൾ ജീവിക്കുന്ന മാസങ്ങൾ, ദിവസങ്ങൾ നമുക്ക് സാക്ഷി പറയും. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹറൽ അലൈന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈന. അല്ലാഹുവേ, ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോന്നാണ് ഈ മാസം സാക്ഷി നിൽക്കും, ഖുർആൻ സാക്ഷി നിൽക്കും. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന. അപ്പൊ ഖുർആൻ നമുക്ക് അനുകൂലമായും എതിരായും സാക്ഷി നിൽക്കും. അപ്പൊ ഭൂമി, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അപ്പോൾ നമ്മുടെ വായ, നമ്മുടെ നാവ് സീല് വെക്കും, എന്നിട്ട് നമ്മുടെ കൈയും കാലും സംസാരിക്കും. ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മളൊരു ശ്വാസം വിടുന്നത് വരെ റെക്കോർഡ് ചെയ്തു വെക്കാൻ റഖീബ്, ആതീദ് എന്ന് പറയുന്ന രണ്ട് സംവിധാനം, മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം ഷൂട്ടിംഗ് കഴിഞ്ഞ ജീവിതമാണ്. അതൊക്കെ ബാക്കപ്പ് എടുത്തു പോയിട്ടുണ്ട്. അള്ളാഹു ഒരു പാക്കപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഷൂട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോ ലൊക്കേഷനിലാണുള്ളത്. നമ്മളെ 4 ഭാഗങ്ങളും സദാ നിരീക്ഷണത്തിന് വിധേയമാണ്. ഈ നമ്മൾ നിരീക്ഷണത്തിന് വിധേയമായി ഈ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഒരാൾ ജീവിതത്തെ നന്നാക്കണമെന്ന് തീരുമാനിച്ചാൽ, അങ്ങനെയുള്ളത് റമദാനെ കുറിച്ച് അങ്ങനെയാണ് നമ്മൾ പറയാ, ടൈം ഫോർ എ ചേഞ്ച്, മാറാനുള്ള സമയമാണ്. ഒരു റമദാൻ എത്തിയിട്ട് ഒരു മാറാത്ത മനുഷ്യന് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും അതിന് ആമീൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം നമുക്കറിയാം, പ്രാർത്ഥന നടത്തിയ ആളും ശ്രേഷ്ഠനാണ്, അതിന് ആമീൻ എന്ന് പറഞ്ഞ ആളും ശ്രേഷ്ഠനാണ്. അപ്പൊ റമദാൻ എത്തിയിട്ടും ഒരാൾ നന്നാവാതിരുന്നാൽ, റമദാൻ എത്തിയിട്ടും ഒരാൾക്ക് നന്നാവാൻ സാധിക്കാതെ പോയാൽ അയാൾ നിർഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. അപ്പം മാറാനുള്ള സമയമാണ് റമദാൻ. മാറാന്ന് പറഞ്ഞാൽ എന്താ? അവനാണത് അറിയാം. ഒരു പ്രഭാഷകന് ഒരാളെ മാറ്റാൻ കഴിയില്ല. ഒരു ഉപദേശിക്കും ഒരാളെ നന്നാക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ഫാൾട്ട് എന്താണ് എന്ന് എനിക്കേ അറിയൂ. എൻ്റെ ദുശ്ശീലം, എല്ലാവർക്കും ഒരു ദുശ്ശീലമല്ല. ഒരു പ്രഭാഷകൻ എന്താണ്? പൊതുവെയുള്ള ദുശ്ശീലങ്ങളാണല്ലോ പറയാ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ദുശ്ശീലങ്ങളായിരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതം ഉണ്ടാവും, ചില ആളുകൾക്ക് ഇങ്ങനെ അറിയാതെ കളവ് പറയുന്ന പ്രകൃതം ഉണ്ടാവും, ചില ആളുകൾക്ക് വ്യക്തിബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതങ്ങൾ ഉണ്ടാവും. അതുപോലെ വീടുകളിൽ കുടുംബത്തോട് പെരുമാറുന്നതിൽ മോശപ്പെട്ട പെരുമാറ്റമുള്ള ആളുകൾ ഉണ്ടാവും. അതുപോലെ ഇടപാടുകളിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് ഞാൻ, എന്റെ ഹിസ്റ്ററി എന്താണ്, എന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി എന്താണ് എന്ന് ചെക്ക് ചെയ്ത് അതിനാവശ്യമില്ലാത്തതിനെ മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ
നമുക്ക് വഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നന്നാവണമെന്ന് അയാൾ തീരുമാനിക്കണം. അപ്പൊ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഖുർആൻ വഴി കാണിക്കും. ഏറ്റവും നല്ല വഴി കാണിക്കാൻ ഭൂമിയിൽ ഒരു സംവിധാനത്തിന് മാത്രമേ കഴിയൂ, അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ ഇമാം ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റഹ്മഹുല്ലാ ഖുർആനിനെ എങ്ങനെ സമീപിക്കണം കുറേ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് ഖുർആൻ വായിക്കുക എന്നുള്ളത് തന്നെയാണ്, പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ അല്ലാമ ഇമാം നബവി റഹ്മഹുല്ലാ പറയുന്നത് 40 ദിവസം കൂടുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നില്ല എങ്കിൽ, ഖതം ചെയ്യുന്നില്ല എങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ ആളെ മോശക്കാരനായ ആളായിട്ട് പരിഗണിക്കുമെന്നാണ്. സലഫു സാലിഹ്യങ്ങൾ മാക്സിമം സമയം ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ 40 ദിവസമാണ് എടുക്കുക. അത് സലഫു സാലിഹ്യങ്ങളുടെ ചര്യയാണ്, ഈ ഉമ്മത്തിന്റെ ഒരു ട്രഡീഷനാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവ ഇമാം നവവി, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, പ്രത്യേകിച്ച് അവരുടെ നോമ്പിന്റെ ഒക്കെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഖുർആനുമായുള്ള ബന്ധം അവർ ശക്തിപ്പെടുത്തിയതായി കാണാൻ കഴിയും. അതുപോലെ 3 ദിവസത്തിനുള്ളിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്താൽ അതൊരു മോശം പ്രവൃത്തിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട്, അല്ലെങ്കിൽ അയാളിൽ തീവ്രതയുള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുമെന്നാണ്. കാരണം 3 അത്ര സ്പീഡ് പാരായണം ചെയ്ത് തീർക്കേണ്ട കാര്യമില്ല. നബിന്റെ അടുത്ത് വന്നിട്ട് തന്നെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ 3 ദിവസം കൊണ്ട് നബിയെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് തീർക്കുന്നു പറഞ്ഞപ്പോ നബി ഒരു ട്രോഫി കൊടുത്ത് ആദരിക്കല്ല ചെയ്തത്, വേണ്ടാന്ന് പറയാണ് ചെയ്തത്. അപ്പോ അതേസമയം വിശുദ്ധ ഖുർആൻ ഖതം ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലൂടെയാണ് ഖുർആനിലേക്കുള്ള ആദ്യത്തെ ഡോർ ഓപ്പൺ ചെയ്യുക. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ LP സ്കൂളിൽ നിന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ LP സ്കൂളിലൂടെയല്ലേ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മളൊരു പുസ്തകം പഠിക്കാൻ തുടങ്ങിയാൽ അത് വായിച്ചിട്ടേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ വായിക്കുക എന്നുള്ളത് ഖുർആനിലുള്ള അദബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ച് ഈ റമദാനിൽ ഒരു ഖതമെങ്കിലും, അതുകൊണ്ടാണ് നമ്മുടെ സർക്കുലറിലൊക്കെ പല പ്രസ്ഥാന പ്രവർത്തകരായ ആളുകൾക്ക് പ്രത്യേകിച്ച് റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. മറിയം എന്ന് പറയുന്ന വടക്കൻ ഗസയിൽ ജീവിക്കുന്ന 7 വയസ്സുകാരിയായ ഒരു കുട്ടി, ആ കുട്ടിയോട് കഴിഞ്ഞ പെരുന്നാളിന് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ പറയുന്നത്, എന്റെ ഉപ്പ രക്തസാക്ഷിയാണ്, എന്റെ ഉമ്മ രക്തസാക്ഷിയാണ്, എന്റെ കൂടെ കളിക്കേണ്ട 2 ആളുകളും രക്തസാക്ഷിയാണ്. അതുകൊണ്ട് എനിക്ക് പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ഉണ്ടാവില്ല, ഉപ്പ വാങ്ങിത്തരാനില്ല, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഉമ്മയില്ല. അങ്ങനെ എല്ലാവരും നഷ്ടപ്പെട്ട ആ കുട്ടി ഈ നഷ്ടപ്പെട്ട വേർപാടിന്റെ വിരഹത്തിന്റെ ദുഃഖം, അതിന്റെ ആ ദുഃഖം എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്. ആ ദുഃഖം മറക്കാൻ എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പോ ആ കുട്ടി മറുപടി പറയുന്നത് 6 ദിവസം കൊണ്ട് ഖുർആൻ ഖതം ചെയ്യുമെന്നാണ്. അപ്പൊ 7 വയസ്സായ ഒരു കുട്ടിക്ക് 6 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എങ്ങനത്തെ കുട്ടിയാണ്? തലക്ക് മീതെ F16 അപ്പാശയുമുള്ള, ജീവിതത്തില് സ്വൈര്യക്കേടും അസ്വസ്ഥതയും എമ്പാടുമുള്ള അഭയാർത്ഥി ക്യാമ്പിൽ ഒരു നേരം മാത്രം ഭക്ഷണം കിട്ടുന്ന ഒരു കുട്ടിക്ക് 6 ദിവസം കൊണ്ട് ഒരു ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ കഴിയുന്ന ലോകത്ത് നിങ്ങൾക്കതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുന്നിൽ അതൊരു ന്യായമല്ല. കാരണം അള്ളാഹ് ചോദിക്കൂലേ, ഇവർക്ക് സമയമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ധനം തീർന്നു എന്ന് സിഗ്നൽ വന്നാൽ അടുത്തുള്ള പമ്പിൽ പോയി എണ്ണ അടിക്കണം. അങ്ങനെ എണ്ണ അടിക്കാതെ വണ്ടി എണ്ണ അടിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും മുന്നോട്ടെടുക്കുന്ന ഡ്രൈവർ എത്ര വലിയ വിഡ്ഢിയാണോ, അതിനേക്കാൾ വലിയ വിഡ്ഢിയാണ് ഇതിന് സമയമില്ല എന്ന് പറയുന്ന മനുഷ്യൻ. കാരണം ഇത് നമ്മുടെ ഫ്യൂവലാണ്, ഇന്ധനമാണ്. ആ വിശുദ്ധ ഖുർആനിനോട് ചില ഫേവറേറ്റ് ആയിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്നതിൽ ഒന്നാമത്തേത് ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയുന്നത്,
നിങ്ങളത് പാരായണം ചെയ്തു തുടങ്ങുക എന്നാണ്. പാരായണം ചെയ്തു തുടങ്ങുക. അലിഫ് ലാം മീം, ഞാൻ ഇത് 3 അക്ഷരമാണ് എന്ന് പറയുന്നില്ല, ഇത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഇത് 3 അക്ഷരമാണ്. അതുകൊണ്ട് ഇതൊരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് 30 ഹസനത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്ത് ശീലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തത് ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നാണ്. ഖുർആൻ ഹിഫ്ള്, കാരണം നമ്മളെ അടുത്തേക്ക് ഖുർആൻ എത്തിയത് തന്നെ ഹിഫ്ളിലൂടെ. ഹിഫ്ള് വഴിയാണ് വിശുദ്ധ ഖുർആൻ സംരക്ഷിച്ചു നിർത്തിയത്. കാരണം ഹിഫ്ളിനെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, സുരക്ഷിതമാക്കുക എന്നുള്ള അർത്ഥമുണ്ട്, രണ്ടാമത്തെ മനപ്പാടമാക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഹിഫ്ളിലൂടെയാണ് പ്രധാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ ഒരുവിധം എല്ലാ റിസോഴ്സുകളും തലമുറകളായി കൈമാറിയത് എങ്ങനെയാണ്? ഹിഫ്ളിലൂടെയാണ്, മനപ്പാഠം ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഹിഫ്ള് ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ആ ഗുണം എല്ലാവർക്കും ഒരുപോലെ നിർവഹിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സാധ്യമാകുന്ന അത്ര ഹിഫ്ള് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആൻ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ആ ഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഴുക്കുണ്ടാവില്ല, മാറാലുണ്ടാവില്ല, പൊടി ഉണ്ടാവില്ല, ചെളി ഉണ്ടാവില്ല. ഇതില്ലാതിരിക്കാൻ അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നതാണ്. ഗസയെ കുറിച്ച് ഗസാവിയായ മഹ്മൂദ് അൽ ഹസനാത്ത് എന്ന് പറയുന്ന ഖതീബുണ്ട്. അദ്ദേഹത്തിന്റെ ഖുതുബകൾ നിങ്ങൾ യൂട്യൂബിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ഖുതുബയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഗസക്കാരുടെ പ്രത്യേകതകൾ ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കാൻ. ആ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത, ഭൂമിക്ക് മുകളിൽ 60% ഖുർആൻ ഭാഗികമായോ മുഴുവനായോ ഹിഫ്ള് ചെയ്ത ഒരൊറ്റ മാപ്പ് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അതാണ് ഗസ എന്ന് പറയുന്നത്. അവിടെ ജീവിക്കുന്ന ആളുകളൊക്കെ ഖുർആനുമായി നല്ല ബന്ധമാണ്. അത് ഗസാവിയുടെ ഒരു പ്രത്യേകതയാണ്, ഗസക്കാരനായ ഒരാളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഗസയിലെ മനുഷ്യർ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നുവെന്നാണ്. ഖസാം ബ്രിഗേഡിയർ, അവിടെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഖസാം ബ്രിഗേഡിയേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അവർ ഹാഫിളീങ്ങളാണ് എന്നതാണ്. ഹാഫിളീങ്ങൾ എന്നാണ്. ഈ എല്ലാ നോമ്പിലും അവർ ഏതെങ്കിലും പ്രധാനപ്പെട്ട പള്ളിയിൽ സംഘടിക്കും. അങ്ങനെ ആ പള്ളിയിൽ അവർ ദൗറ ചെയ്യും. ദൗറ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ ഒരു ആയത്തൊരു തലന്ന് ഓതിയാൽ ഇപ്പുറത്തിരിക്കുന്ന സൈനികൻ കാണാതെ മറ്റേ ആയത്ത് ഓതണം. അങ്ങനെ ആ സൈനികൻ എന്ത് ചെയ്യണം? ആ ഖുർആൻ ഖതം ചെയ്തു തീർക്കണം. അതവരുടെ ക്വാളിറ്റിയാണ്. മർഹൂം ഷഹീദ് യഹ്യ സിൻവാർ റഹിമഹുല്ലാ, അദ്ദേഹം ആ സൈനികരുണ്ടാക്കിയ ഒരു പരിഷ്കരണമാണ് ഖുർആൻ പഠനം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരു കാലത്ത് അവിടെ പ്രധാനപ്പെട്ട 2-3 പള്ളികളാണ്. ഒന്ന് മസ്ജിദ് ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ പേരിലൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറഞ്ഞാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സിലേക്ക് വന്ന സമയത്ത് ഗസയിൽ വിശ്രമിക്കുകയും അവിടെ അദ്ദേഹം നിസ്കരിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളി ഉണ്ടായി. ആ പള്ളി തകർത്തിരിക്കുകയാണ്. ആ പള്ളി ഇപ്പോൾ അവിടെ ഇല്ല. രണ്ടാമത്തത് മസ്ജിദ് ഇമാം ഷാഫിഈ. ഇമാം ഷാഫി ഗസാവിയാണ്, ഗസക്കാരനാണ്, ഗസയിൽ ജനിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളിയുണ്ട്. അതുപോലെ മൂന്നാമത്തത് മസ്ജിദ് തഖ്വ മസ്ജിദ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. ഈ പള്ളിയിൽ എല്ലാ റമദാനിലും ഈ സൈനികരും നേതാക്കന്മാരും ഹമാസിന്റെ ലീഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവരെന്താ ചെയ്യാൻ? ഖുർആൻ ദൗറ ചെയ്യാൻ, ഖുർആൻ വായിക്കുകയാണ്, മനപ്പാടമുള്ളത് അവര് റിപ്പീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്താണ് ഒരു കാലത്ത് ആ പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടി ഇന്ന് ചാരന്മാര് വഴി ഇസ്രായേലിന് വിവരം കിട്ടുകയാണ്. കാരണം ഈ പള്ളി വളഞ്ഞാൽ ഒന്നിച്ച് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയും. അതിനുള്ള ബറ്റാലിയൻ സൗകര്യവുമായി ഈ പള്ളി ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈന്യം വരുന്നു എന്ന വിവരം ഹമാസിന് അറിഞ്ഞു. അപ്പൊ ഹമാസിന്റെ വനിതാ ലീഡറായിരുന്ന ജമീൽ അഷന്തി എന്ന് പറയുന്ന അബ്ദുൽ അസീസ് റംദീസിയുടെ ഭാര്യ, അവര് ഈ വിവരം അറിഞ്ഞ ഉടനെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾ എല്ലാവരും വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തു പോകണം. എന്നിട്ട് നിങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് മാക്സിമം ആളുകളെ സുബൈ നമസ്കാരത്തിന്റെ മുമ്പ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടണം. അങ്ങനെ രാത്രി അവരെല്ലാവരെയും ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവര് പറയാണ്, ഞാനിത് പറഞ്ഞു ഉള്ള ഒരു ധൈര്യമുള്ളൂ, പക്ഷേ ഈ ആളുകളെല്ലാം സുബൈ നമസ്കാരത്തിന്റെ മുമ്പ് അവിടെ എത്തുന്ന ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നില്ല.
പക്ഷെ നിസ്കാരത്തിന് മുമ്പ് ഞാൻ പള്ളിയുടെ മുറ്റത്തേക്ക് നോക്കിയപ്പോ ജനനിബിഡമായ പള്ളിയാണ്. ആ സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കൂടെ കരുതിയിരുന്ന എക്സ്ട്രാ പർദ്ദണ്ട്. ആ പർദ്ദ ഉപയോഗിച്ചിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സൈനികർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആ പള്ളിയുടെ ഉണ്ടായിരുന്നു. എന്തിനാണ് അവർ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്? പള്ളിയിൽ വിശുദ്ധ ഖുർആൻ അവര് പാരായണം ചെയ്യുകയും ഹിഫ്ള് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗസാവിയായ മഹ്മൂദ് അലൈഹിസ്സലാത്തു പറയാൻ, ഗസക്കാരിൽ 2 ആഘോഷമാണ് ഉണ്ടാവുക. ആ 2 ആഘോഷങ്ങളിൽ ഒന്ന് ഹിഫ്ള് ചെയ്ത ആളുകൾക്ക് എല്ലാ വർഷവും സനദ് നൽകുമെന്നാണ്. കഴിഞ്ഞ വെടിനിർത്തൽ സമയത്ത് 581 ഹാഫിളുകൾക്കാണ് അവർ സനദ് നൽകിയത്. 10 ദിവസമാണ് ആദ്യത്തെ വെടിനിർത്തൽ ഉണ്ടായത്. സാധാരണ രീതിയിൽ ഒരു 10 ദിവസം വെടിനിർത്തൽ ഉണ്ടായാൽ എന്താണ് നമുക്ക് സംഭവിക്കുക? ആയുധം ശേഖരിക്കും, ഭക്ഷണം ശേഖരിക്കും, കിട്ടാവുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരാദ്യം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഈ 581 ഹാഫിളുകൾക്ക് മസ്ജിദ് ഇമാം ഷാഫിയിലും മസ്ജിദ് തഖ്വയിലും നടന്ന പരിപാടിയിൽ സനദ് നൽകുക എന്നതാണ്. രണ്ടാമതവിടെ നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷം ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ആദരവ് നൽകുന്ന പരിപാടിയാണ്. ഈ 2 പരിപാടിയാണ് ഗസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോ ഖുർആൻ ഹിഫ്ള് ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും ആ ജനത കാണിക്കുന്ന താല്പര്യമാണ്. റൊണാൾഡോ ട്രംപ് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകണം, ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ജൂതനായ എന്റെ മരുമകനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേറെ അറബ് രാജ്യങ്ങളിലോ സമീപ രാജ്യങ്ങളിലോ പോയി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ലാ ഹിജ്റത ഇല്ലാ ലിൽ ഖുദ്സ്, ഖുദ്സിലേക്കല്ലാതെ ഞങ്ങൾ ഹിജ്റ പോവില്ല എന്ന് പറഞ്ഞ് നിശ്ചയദാർഢ്യത്തോടുകൂടി ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയോട് പോയി പണി നോക്കൂ എന്ന് പറയാനുള്ള ആർജവം ലഭിച്ചത് ഈ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. ആ ബന്ധത്തിന് വലിയ ആഴങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് രണ്ടാമതായി ഖുർആനെ നമ്മൾ സമീപിക്കുകയാണ്. രണ്ടാമത്തെ ഡോറ് സാധ്യമാവുന്നത്ര ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തണം. ഒരായത്തെ ദിവസം പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. മൂന്നാമത്തെ ഭാഗം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യത്ലൂന ഹഖ്ഖ തിലാവതി, നിങ്ങളത് പഠിക്കുക, അതിന്റെ യഥാവിധി നിങ്ങൾ പഠിക്കുക. വിശുദ്ധ ഖുർആൻ എന്താണോ ഈ ഭൂമിയിൽ ഉദ്ദേശിച്ചത് അതനുസരിച്ച് മാറാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക. നമ്മളിപ്പോ ചെയ്യുന്ന എന്താ ചോദിച്ചാൽ, മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് എത്തിയാൽ ഒരു കുറിപ്പടി തരും. ആ ഷീറ്റ് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവൂല എന്ന് കരുതിയിട്ട് നമ്മൾ ആരും പോക്കറ്റിലോട്ട് വീട്ടിൽ കൊണ്ടുപോകാറില്ല. മനസ്സിലാവുന്ന മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അതിൽ എഴുതിയ മരുന്ന് വാങ്ങി നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോഴാണ് അസുഖം മാറാൻ. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് സാധനം വാങ്ങേണ്ട ലിസ്റ്റ് നമ്മുടെ അടുത്ത് ഇങ്ങനെ വായിച്ചതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനത്തില്ല. അത് വാങ്ങാനുള്ള പരിശ്രമവും വാങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തുക. ഈ പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ്. ഹഖ്ഖ തിലാവതിഹി, നമ്മൾ അതിനെ പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ അള്ളാഹിനോട് ചെയ്യുന്ന ശുക്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് ശുക്ർ നമ്മൾ അള്ളാഹിനോട് ചെയ്യണം. അതിൽ ആദ്യത്തെ ശുക്ർ ഖുർആൻ പഠിക്കലാണ്. കാരണം നമുക്ക് അള്ളാഹ് തരുന്ന നിഅമത്തിന് നിങ്ങൾ എണ്ണിക്കണക്കാക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഏറ്റവും മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ഒരു നിയമത്താണല്ലോ ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഓക്സിജന്റെ വില എത്രയെന്നുള്ളത് തൊട്ടടുത്ത അൽമാസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കടന്നിട്ട് തിരിച്ചു വരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഉടമ തരുന്ന ബില്ലാണ് ഓക്സിജന്റെ വില എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും അനിവാര്യം അതാണ് എന്നൊരു കാലത്ത് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കോവിഡ് 2ാം വരവില് ഓക്സിജൻ കിട്ടാതെ പല മനുഷ്യരും ഇയാമ്പാറ്റകളെ പോലെ പടഞ്ഞു മരിക്കുന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിത്യകാഴ്ചയായത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. 70-80 വയസ്സായ ആളുകള് സ്വന്തം മാസ്ക് ഓക്സിജൻ സിലിണ്ടറിന് വലിച്ചൂരി തന്റെ മകന് കൊടുത്തു. കാരണം 70 കൊല്ലം ജീവിച്ചു ഞാൻ, 30 വയസ്സായ മോൻ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ഉമ്മ, മാതാവും പിതാവും ഒക്കെ തങ്ങളുടെ മരണത്തിന് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുത്ത് മക്കളെ രക്ഷിക്കാൻ വെപ്രാളപ്പെട്ട് നമ്മൾ കണ്ടതാണ്. 15,000 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനത്തിന് 1,15,000 രൂപ കൊടുത്തിട്ടും കിട്ടാത്തൊരവസ്ഥ ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ്.
രാജ്യത്ത് നമ്മൾ കണ്ടതാണ്. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി വാതിലടച്ചു നിന്നത് 60 ദിവസമാണ് പുറത്തിറങ്ങാതെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ ഇത്രയും അധികം ആവശ്യമുള്ള ഒരു സാധനമാണിത്. ഭക്ഷണം വെള്ളമൊക്കെ പിന്നെ ബാപ്പ ഇങ്ങനെ മരിച്ചെടുക്കുമ്പോ എത്ര വിശപ്പുണ്ടെങ്കിലും ഇങ്ങനെ ഭക്ഷണം കഴിക്കൂല, കഴിച്ചാൽ ഇറങ്ങൂല. ഉറക്കുണ്ടെങ്കിൽ ഉറക്ക് മുറുകില്ല, വെള്ളം താഴോട്ട് ഇറങ്ങില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ നമുക്ക് കഴിയും. പക്ഷെ വാപ്പ മരിച്ചാൽ ഓക്സിജൻ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷെ ലോകത്തൊരു മനുഷ്യനും അള്ളാഹിനോട് അള്ളാഹുവെ ഓക്സിജൻ കൊണ്ട എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് ഏറ്റവും അനിവാര്യമതാണ്. പക്ഷെ ഇത് ചോദിക്കാതെ അള്ള തരുന്ന ഈ നിഅമത്തിന് നിങ്ങൾ ശുക്ർ ചെയ്യാൻ ആരംഭിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആദ്യം തുറന്നു നോക്കേണ്ടതും പഠിക്കേണ്ടതും വിശുദ്ധ ഖുർആനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് ഫതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം ഇറക്കിയിരുന്നതെങ്കിൽ നിനക്ക് കാണാമായിരുന്നു ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അത് നമ്മളെ ഇവിടെ ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഖുർആൻ കൊണ്ടുപോയി വെച്ചാലൊന്നും സംഭവിക്കൂല. ഇതൊരു ഉപമയാണ്. ആ ഉപമയുടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഇത് കൊണ്ട് നടക്കുന്ന മനുഷ്യ നീ എന്തുകൊണ്ട് കുലുങ്ങണില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നിനക്ക് ബേജാറുണ്ടാവും ഇത് കൊണ്ട് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമുക്ക് ബേജാറില്ല, നമ്മളിത് പഠിച്ചിട്ടില്ല, നമ്മളിത് വായിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. പഠിച്ചാൽ പിന്നെ പ്രവർത്തിക്കാൻ നിർബന്ധമാണ്. പഠിച്ചില്ലെങ്കിൽ പഠിച്ചാത്ത കുറ്റം കൂടി കിട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് കർമ്മം ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാ. നമ്മൾ സഹാബികളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. അവര് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിലവർ എപ്പോഴും ധൃതി കാണിക്കുന്ന ആളുകളാണ്. നാളേക്ക് അവർ വെച്ചിട്ടില്ല. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ നാളെ തലക്കെ മറക്കാന്ന് കരുതി ടെക്സൈസ് പോയി വസ്ത്രം സെലക്ട് ചെയ്ത് അത് അടിച്ച് ഡിസൈനാക്കി മറക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവര് തങ്ങളുടെ ജനലിന്റെയും വാതിലിന്റെയും കർട്ടൻ വലിച്ചൂരി അവർ ശരീരം മറച്ചു എന്നാണ് ചരിത്രം. അപ്പൊ അത്ര ധൃതി അവർ കാണിക്കും. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ വിരമിച്ചു എന്ന് പറഞ്ഞാൽ കള്ളിന്റെ പാത്രവും ഗ്ലാസും കൈ പിടിച്ച മനുഷ്യരതൊക്കെ വലിച്ചെറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളേക്ക് അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത് അത് ഏറ്റവും ധൃതിയിൽ നടപ്പിലാക്കാൻ ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായ സഹാബികൾ തയ്യാറായിരുന്നു. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഖുർആൻ ഒരു ആയത്ത് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അമല് ചെയ്യുക, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആനിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. അഞ്ചാമത്, വിശുദ്ധ ഖുർആനെ നമ്മൾ സമീപിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വിധി തേടുക എന്നതാണ്. ഈ ഞാൻ പറഞ്ഞ 4 കാര്യമുള്ള ആളും അഞ്ചാമത്തേലൊന്ന് പകരും. ഖുർആൻ സ്റ്റഡിയിൽ വരുന്ന ആളായിരിക്കും, ഖുർആൻ സമ്മേളനത്തിന് സജീവമായിരിക്കും, ഖുർആനൊക്കെ ഏകദേശം ആൾ പഠിച്ച ആളുമായിരിക്കും. പക്ഷെ ഖുർആനിൽ വിധി തേടാൻ അയാളെ കിട്ടില്ല. ഖുർആനിൽ വിധി തേടാൻ കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കാര്യത്തിൽ അന്നൊരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം എനിക്കെതിരാണെങ്കിൽ അതിൽ മനസ്സിൽ വിഷമമുണ്ടായാൽ കുഫ്ർ സംഭവിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ. എന്റെ അള്ള അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കൊന്നും വേണ്ട, മനസ്സിൽ എന്തായാലും മതി, ഒരു നീറ്റൽ ഉണ്ടായാൽ മതി, എന്നാലും പോലും കുഫ്ർ സംഭവിക്കും. അത്ര ഗൗരവമുള്ള കാര്യമാണ്, അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, ഒരു മധ്യസ്ഥം വന്നിട്ട് പറയാ അള്ള നിങ്ങളെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയണേ, അങ്ങനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തേ അങ്ങനെ പറഞ്ഞു ചോദ്യമില്ല, ഇല്ല. നമ്മൾ വഴിത്തർക്കൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ സ്വത്ത് തർക്കം ഉണ്ടായി, അനന്തരാവകാശം ഓരി വെക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായി. അപ്പൊ ഒരു മധ്യസ്ഥനായ ആൾ വന്നിട്ട് അള്ളി റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അയാൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കണമെന്നില്ല, അള്ളി റസൂലും പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഒബ്ജക്ഷൻ ഇല്ല. ഒബ്ജക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, അതിൽ മനസ്സിൽ വിഷമം ഉണ്ടാവാനും പാടില്ല. വിഷമുണ്ടായാൽ കുഫ്ർ സംഭവിക്കുന്നതാണ്. അത്ര സീരിയസ് ആയ ഇഷ്യൂ ആണ്. അപ്പോ വിശുദ്ധ ഖുർആനിനോടുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഹുക്മ് തേടുക എന്നാണ്. അതാണല്ലോ അൽ ഖുർആൻ ദസ്തൂറുന
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ എന്തിനാണ്? ശരി തെറ്റ് എന്താണ് പറയാനുള്ള മാനദണ്ഡമായി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. മാനദണ്ഡമായി അംഗീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത് വിശുദ്ധ ഖുർആനെയാണ്. വിശുദ്ധ ഖുർആനെയാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാം ഗസാലി തന്നെ പറയുന്നുണ്ട്, അതിനോട് ചില ആദാബുകളുണ്ട് വിശ്വാസിക്ക്. ആദാബുകളുണ്ട്. ആ ആദാബ് എന്ന് പറഞ്ഞാൽ അതിന് ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ നമ്മൾ ഈ അജണ്ടന്റെ പ്രോഗ്രാം നോട്ടീസൊക്കെ എടുക്കുന്നത് പോലെ മടക്കിയിട്ട് ഖുർആൻ വായിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട്, നമ്മൾ സാധാരണ മാഗസിൻ എടുക്കുന്ന പോലെ ഖുർആൻ എടുക്കുക. ഇവർക്ക് പണ്ട് കാലങ്ങൾ അത് അവർക്ക് ആദരവിൽ മാത്രം ഒതുങ്ങിയപ്പോഴാണ് പല ആളുകളും വിമർശിച്ചത്. പക്ഷെ ആദരവിനാരും വിമർശിച്ചിട്ടില്ല. ആദരവ് വളരെ പ്രധാനപ്പെട്ടാണ്. ആദാബ് വളരെ പ്രധാന. പണ്ടുള്ള ആളുകളൊക്കെ ഖുർആൻ ഇങ്ങനെ പിടിക്കണത് തന്നെ അരക്ക് മുകളിൽ പിടിക്കണം എന്നാ പറയാ. അരക്ക് താഴെ ഖുർആൻ പിടിക്കാൻ അനുവദിക്കൂല, അരക്ക് മുകളിൽ പിടിക്കണം. അപ്പൊ വിശുദ്ധ ഖുർആനിനോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആന്റെ മേൽ കയ്യോ കാലോ കുത്താൻ പാടില്ല, വേറെ പുസ്തകങ്ങൾ വെക്കരുത്, മൊബൈൽ വെക്കരുത്. വിശുദ്ധ ഖുർആൻ ഉണ്ടായിരിക്കെ അതിന് മറ്റു പുസ്തകങ്ങൾക്കോ മറ്റൊന്നിനും അതിനേക്കാൾ പ്രാധാന്യം നൽകരുത്. ഇത് ആദാബാണ്, ഖുർആനുള്ള മര്യാദയാണ്. ഖുർആനുള്ള മര്യാദ. കാരണം ഖുർആൻ ഒരു പ്രത്യേകത, എങ്ങനെയാണ് അങ്ങോട്ട് നോക്കുന്നത് അതേപോലെ ഇങ്ങോട്ട് തരുന്ന ഒരു സാധനമാണ് ഖുർആൻ. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. വിശുദ്ധ ഖുർആൻ നമ്മൾ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് തിരിച്ച് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. എന്ത് നോക്കിയാലും ഖുർആൻ ഒരു തെളിവ് കിട്ടും. കാരണം എന്താ? അങ്ങനെ നോക്കിയിട്ടാ രാമായണത്തില് യഥാർത്ഥത്തില് ലങ്ക അങ്ങനെ ഒന്നിച്ച് പൊക്കിക്കൊണ്ടിരുന്നുണ്ട് ഹനുമാൻ. ഐതിഹ്യമാണ്, വിശ്വാസകാരിയൊന്നുമല്ല. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന സമയത്ത് ലങ്കയിലെ പുഷ്പങ്ങളെ കുറിച്ച് രാമൻ ചോദിക്കുന്നുണ്ട്, എത്ര മനോഹരമായ ഉദ്യാനമാണ് ലങ്ക. അപ്പോ ഹനുമാൻ ഒരു പുഷ്പവും കണ്ടിട്ടില്ല. അവിടെ ആകെയുള്ളത് ചുവന്ന പുഷ്പങ്ങൾ മാത്രമായിരുന്നല്ലോ ഭഗവാൻ. അപ്പോ ഈ കൊണ്ടുവന്ന ലങ്ക ഉണ്ടല്ലോ, ലങ്കയിലെ ഓരോ പൂവും കാണിച്ചത്. അപ്പൊ പല കളർ പൂവുകളുണ്ട്. അപ്പൊ ഹനുമാൻ എന്താണ്, ദേഷ്യം കൊണ്ട് ചുവന്നിട്ട് ചുവപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ചുവപ്പ് മാത്രം. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ. അപ്പൊ ആദാബുകൾ വളരെ പ്രധാനമാണ്. ഖുർആൻ വളരെ ഖുർആനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിശബ്ദത പാലിക്കണം ഖുർആൻ ഓതുമ്പോൾ. അത് ആദാബാണ്. ഇപ്പൊ നമ്മളൊരു പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഖുർആന്റെ കേസറ്റ് ഒക്കെ ഇട്ടിട്ട് ആളുകളൊക്കെ ഇവിടെ പരിപാടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചില ആളുകൾ ചെയ്യും ഖുർആൻ സമ്മേളനത്തിന്. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഖുർആൻ സമ്മേളനത്തിന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൗണ്ട് ചെക്ക് ചെയ്യും, ബാനർ കെട്ടും, കസേര ഓർഡർ ചെയ്യും. ഇതൊന്നും ഖുർആൻ ഇട്ടിട്ട് പറ്റില്ല. ഖുർആൻ ഓതിയ പിന്നെ നിശബ്ദത പാലിക്കണം. അത് പെൻഡ്രൈവിലായാലും മൊബൈലിലായാലും ശരി. നമുക്ക് ആളിവിടെ പരിപാടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അനൗൺസ്മെന്റോ പാട്ടോ വേറെ എന്തെങ്കിലും ഇട്ടോ ഖുർആൻ അതിന് ഉപയോഗിക്കാതിരിക്കുക. ഖുർആൻ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കെ കേൾക്കേണ്ട ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. അതിന് ഏകാഗ്രത വേണം. കാസ്റ്റീവൻ 976 മൊറോക്കോയിൽ അദ്ദേഹം ഒരു മ്യൂസിക് പ്രോഗ്രാം അവതരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പള്ളിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ. ഖുർആൻ പാരായണം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് സാധനം? അദ്ദേഹത്തോട് പറഞ്ഞു, മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന്റെ സംഗീതമാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. മ്യൂസിക് ഫോർ ഫൺ, മ്യൂസിക് ഫോർ എന്റർടൈൻമെന്റ്, മ്യൂസിക് ഫോർ മണി, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ മ്യൂസിക് ഫോർ ഗോഡ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിങ്ങനെ മനസ്സിൽ ആ മനസ്സിൽ വെച്ചിട്ട് ഈ മ്യൂസിക് ഫോർ ഗോഡിനെ കുറിച്ചുള്ള അന്വേഷണം തന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ അദ്ദേഹം ആരംഭിക്കാൻ. അങ്ങനെയാണ് ഒരു കാലത്ത് ഗിറ്റാർ പിടിച്ച് സ്റ്റേജിൽ വന്നു നിന്നാൽ 10,000 ഡാൻസ് ചെയ്തിരുന്ന കുലുങ്ങിയിരുന്ന പോപ്പ് സംഗീതജ്ഞൻ കാസ്റ്റീവൻ യൂസുഫുൽ ഇസ്ലാമായി മാറിയത്. യൂസുഫുൽ ഇതിന് സംഗീതമുണ്ട്, അത് കേൾക്കണം, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ശബ്ദമിശ്രണത്തിനാണ് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയത്? അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് അത് പഠിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫ്രം ദ നേച്ചർ, പ്രകൃതി എന്നാണ് ഞങ്ങൾ പഠിച്ചത്. പ്രകൃതിക്ക് ഒരു സംഗീതമുണ്ട്, ഒരു താളുണ്ട്. ആ താളം നൽകിയത് ആരാണ്? ജഗന്യന്താവാണ്. ആ ജഗന്യന്താവിന്റെ ശബ്ദത്തിന് എന്തായാലും മ്യൂസിക് ഉണ്ട്. ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒറ്റക്കിരിക്കണ സമയത്ത് നല്ല ഒരു കാരിന്റെ ഖിറാഅത്ത് ഒരു ഇയർഫോൺ വെച്ച് കേട്ടാൽ മതി. നമ്മുടെ
മനസ്സിന്റെ പ്രയാസവും ദുഃഖവും ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അലിച്ചു കളയാൻ പറ്റുന്ന ഒരു മാസ്മരികത വിശുദ്ധ ഖുർആനിനുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏകാഗ്രതയോടുകൂടി ഖുർആനെ സമീപിക്കണം. ഏകാഗ്രത തിരക്കിൽ എല്ലാത്തിന്റെ ഇടയിൽ കേൾക്കേണ്ട ഒരു സാധനമല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ചില ആളുകൾ ഖുർആൻ എടുത്ത് ഉറങ്ങണ മനുഷ്യന്മാരുണ്ട്. ചില ആളുകൾ പ്രത്യേകിച്ച് നോമ്പിന് അങ്ങനെയാണ്. നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാ ചോദിച്ചാൽ ഉറക്കാൻ. അത് നല്ലൊരു ഭാഗം അങ്ങനെ. ഇവിടെ ഈ ഖുർആൻ എടുത്ത് ഉറങ്ങുന്ന ആളുകളുണ്ട്. ഖുർആൻ എടുത്ത് ഉറങ്ങുന്ന ആളുകൾ ഇത്ര ബുദ്ധിമുട്ടി നമ്മളത് ഒരിക്കലും ഓതേണ്ട ആവശ്യമില്ല. ഇല്ല, ഉറക്ക് വരികയാണെങ്കിൽ അത് പൂട്ടി വെക്കുക, നിങ്ങൾ ഉറങ്ങിക്കോ, ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഖുർആൻ എടുത്ത് ഓതാൻ പാടില്ല. അത് അള്ളാഹുവിനെ ഇൻസൾട്ട് ചെയ്യാൻ, ഇൻസൾട്ട് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച്, ഒരു കാലത്ത് മദീന പള്ളിയില് കയറ് കെട്ടിയിട്ട് രാത്രി നിസ്കരിച്ചിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ, അവർ റസൂൽ ഇങ്ങനെ വന്നപ്പോൾ കയറിങ്ങനെ തൂങ്ങിയാടുന്നുണ്ട്. ഇതാരാണ് ഈ കയറ് കെട്ടിയത്? ഇത് സൈനബിന്റെ കയറാണ്. രാത്രി നിസ്കരിക്കാൻ വരുമ്പോ അവരിവിടെ വന്നിട്ട് ഇതിമ പിടിച്ചു നിൽക്കും, ദീർഘനേരം പിടിച്ചു നിൽക്കും, ഉറങ്ങിയാൽ വീഴാതിരിക്കാൻ. അപ്പൊ നബി ആ കയററുത്തു മാറ്റിയിട്ട് ഉറക്കുണ്ടാവുമ്പോ പോയി ഉറങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ ഉറങ്ങരുത്, ഉറങ്ങാൻ പാടില്ല. പടച്ചോൻ തിരിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആകാശത്തുനിന്ന് വീണതുപോലെ തവിട് പൊടിയാവും നമ്മൾ, തവിട് പൊടിയാവും നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവിടെ ഈ ഖുർആൻ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോ എത്ര സിലിണ്ടറാണ് നമ്മൾ കാലിയാക്കുക? അത്ര ഓക്സിജൻ ചോദിക്കാതെ തരുന്ന റബ്ബാൻ. ഒരൊറ്റ മിനിറ്റ് പിടിച്ചു നിർത്തിയാൽ 4-5 പ്രഗത്ഭരായ ഡോക്ടറും നിങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞിടിച്ചാലും ശരി, പോയ ശ്വാസം തിരിച്ചു വരില്ല. ഇല്ല, അത്രേ നമ്മളുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ അള്ളാഹ് തിരിച്ച് ഇൻസൾട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ നടക്കും. അതുകൊണ്ട് അള്ളാഹിനെ ഇൻസൾട്ട് ചെയ്യണ പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. അത് അതിന്റെ അദബ് ലംഘനമാണ്, മര്യാദക്കേടാണ്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോ മുഹ്ദസത്തിന് വകവെച്ചു കൊടുക്കുക. ആയാതു ഹഖ്ഖി മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിയമി. ഖുർആന്റെ പ്രത്യേകത മുഹ്ദസത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഖുർആന്റെ പ്രത്യേകത, ഖുർആന്റെ അദബിൽപ്പെട്ട നമ്മളിത് വായിക്കുമ്പോൾ എനിക്ക് ഇറങ്ങിയതാണെന്ന് വിചാരിക്കണം, നിങ്ങൾക്ക് ഇറങ്ങിയതാണ്, ഈ സമയത്തിറങ്ങിയതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആവുമ്പോഴേ ഈ ഖുർആന്റെ ഇജാസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ ഖുർആന്റെ അമാനുഷികത നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗസയിലൊക്കെ വെടിനിർത്തൽ കഴിഞ്ഞ സമയത്ത് അബൂ ഉബൈദ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം അവിടുത്തെ ചീഫ് കമാൻഡറാണ്. അദ്ദേഹത്തിന്റെ ബ്രീഫിംഗ് ഉണ്ടാവും. ബ്രീഫിംഗിൽ ആയത്തിങ്ങനെ ഇടക്കിടക്ക് ആയത്തോളും. ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഓതുന്ന ആയത്തന്നെ, പക്ഷെ ഇത് ഇപ്പൊ ഇറങ്ങിയതാ തോന്നുന്നു, ഇപ്പൊ ഇറങ്ങിയതാണ് തോന്നുന്നു. പണ്ഡിതന്മാർ അന്താരാഷ്ട്ര പണ്ഡിത സമ്മേളനത്തില് മർഹൂം ഇസ്മായിൽ ഹനിയ റഹിമഹുല്ലാ, അദ്ദേഹം യഥാർത്ഥത്തില് ഈ ഒരുപാട് ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഓതുക പ്രസംഗത്തിനിടയിൽ. ആ ആയത്ത് ഓതുമ്പോ പണ്ഡിതന്മാരിങ്ങനെ അദ്ദേഹത്തിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. കാരണം അവർക്ക് ഇതിപ്പോ ഇറങ്ങിയതാണ് തോന്നുക, അവരെ കാര്യത്തിൽ ഇറങ്ങിയതാണ് തോന്നുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ഖുർആനുള്ള സമീപനത്തിൽ ഖുർആനിന്റെ മുഹ്ദസത്ത് നമ്മൾ വകവെച്ചു കൊടുക്കാം. ഖുർആന് പുതുമണ്ട്, എപ്പോഴും പുതുമുള്ള ഗ്രന്ഥാണ് ഖുർആൻ, എപ്പോഴും പുതുമുള്ള ഗ്രന്ഥാണ്. എന്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി അവതരിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് കരുതി ഖുർആനെ നമ്മൾ ചേർത്ത് പിടിക്കുക. അത് ഖുർആനിലുള്ള അദബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിന്റെ സമീപനങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ശരിതെറ്റ് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമായി വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുക, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുക. മറ്റൊന്ന് തദബ്ബുർ ചെയ്യുക. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിച്ചിട്ട്, ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആനിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രാപ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ സാധ്യമാവുന്ന ആളുകൾ ഖുർആനിൽ തഫക്കുഹാവുക, തദബ്ബുറാവുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ശീലവും നന്മയുമാണ്, പ്രോത്സാഹിപ്പിക്കേണ്ട ഘടക. അങ്ങനെ നാട്ടിൽ ഇപ്പൊ ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയാണ്, ഒരു ഗ്രാമത്തിൽ അങ്ങനത്തെ ഒരു തഫക്കുഹും തദബ്ബുറൊക്കെ ചെയ്യുന്ന ഒരു പണ്ഡിതനെങ്കിലും നിർബന്ധമായിട്ടുണ്ടാവണം എന്നാണ്. നിർബന്ധമായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ പഠിപ്പിക്കണം. അങ്ങനെ പറ്റുന്ന ഒരാളെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഒരു പണ്ഡിതനാക്കണം. അപ്പൊ ഇത് തദബ്ബുർ ചെയ്യുക എന്ന് പറയുന്നത്
വിശുദ്ധ ഖുർആനെ കുറിച്ച് പല ആളുകളും പല രീതിയിൽ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ശേഷി, മാസ്മരികമായ ശേഷി, ആ ശേഷിയെ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രയത്നം നമ്മൾ നടത്തുക എന്ന് പറയാം. ഇപ്പൊ ദഅവത്ത് ചെയ്യാന്ന് പറയാം. കാരണം നിങ്ങൾ അൽ മശായിറുൽ ബശരിയ, മനുഷ്യന്റെ എല്ലാ വികാരങ്ങളോടും ഏതവസ്ഥയിലും സംവദിക്കാനുള്ള ശേഷിയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മളൊരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ഈ നോമ്പ് തലേ കയറിയിട്ടുണ്ട്, ആചാര്യടുത്ത് പോകണ്ട നമ്മൾ പറയില്ലേ. അപ്പൊ നോമ്പ് തലേ കയറിയ നന്നാവാണ് വേണ്ടത്, പക്ഷെ നമ്മൾ തലേ കയറിയ ദേഷ്യം കൂടുക ചെയ്യുക. അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പ് ആ സമയത്ത് നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ദേഷ്യം പിടിക്കുന്ന ഒരാൾ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദേഷ്യം ശമിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ദേഷ്യം പിടിക്കണനും കുറ്റകൃത്യങ്ങളിൽ ആണ്ടുപോയ ആളും അതുപോലെ നിരാശ കൊണ്ട ആളും ഏത് മനുഷ്യനെയും ഏത് സമയത്തും അട്രാക്ട് ചെയ്യാനുള്ള ശക്തി ആർക്കുണ്ട്? വിശുദ്ധ ഖുർആനുണ്ട്. അത് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ദേഷ്യം കൊണ്ട് വരച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ മുഹമ്മദിന്റെ തലയുടെ രക്തം സ്പർശിച്ചിട്ടല്ലാതെ ഈ വാള് ഇനി ഉറയിലേക്ക് തിരിച്ചു പോവില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് ആജാനബാഹുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം അങ്ങനെ ദേഷ്യം കൊണ്ട് വരച്ചിട്ട് പോവാൻ. ആ സമയത്ത് ആള് എടുക്കണോ നീ പോണ് മുഹമ്മദിന്റെ തലയെടുക്കാൻ? നിന്റെ പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അവരെ നന്നാക്കിയിട്ട് പോരെ. അങ്ങനെ ആ പെങ്ങളുടെ വീട്ടിലേക്ക് നേരെ യൂട്ടേൺ അടിച്ചു പോവാൻ പോയിട്ട് ആ വാതിൽ തുറക്കുന്നതോടുകൂടി ചോദ്യം പറച്ചിലൊന്നുമില്ല, അടി തുടങ്ങാണ്. ഫാത്തിമ പെങ്ങളാണ്, അവരെ തല്ലി. പിടിക്കാൻ വന്ന അളിയനും കിട്ടിയടി. അങ്ങനെ പൊരിഞ്ഞ തല്ലിയിട്ട് ഫാത്തിമ നിലത്ത് വീണപ്പം നെറ്റി പൊട്ടി ചോരയൊഴുകി. അപ്പോഴാണ് ഈ മനുഷ്യന് അല്പെങ്കിലും സ്വബോധം ഉണ്ടാകുന്നത്. ഫാത്തിമ, ഞാൻ വന്നപ്പോൾ എന്തോ നിങ്ങൾ ഇവിടെ പാരായണം ചെയ്തിരുന്നത്, എന്താണ് സാധനം, എവിടെയാണത്? ഫാത്തിമ പറഞ്ഞു, നീ ദേഷ്യം കൊണ്ട് വറക്കാണോ അമർ, നീ കുളിച്ചു വരൂ എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബാത്റൂമിൽ പോയൊന്നല്ല, അവിടെ ആ മൂലയിൽ ഒരു തോൽപാത്രം ഉണ്ട്, അതിങ്ങനെ കമിഴ്ത്തിയിട്ട് വരിക. ആ കമിഴ്ത്തിയിട്ട് വന്നു. എന്നിട്ട് ആ ഏടിങ്ങനെ വായിച്ചു നോക്കാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. 6ാമത്തെ 7ാമത്തെ ആയത്തെത്തിയപ്പോ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നു പോയി ഒരു മനുഷ്യൻ, എന്നിട്ട് ആ മനുഷ്യൻ എങ്ങനെയാണ്? ഈ ആയത്ത് കേട്ടിട്ട് വിറച്ച് പനിച്ചു കിടന്ന ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തി. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാറ്റി, ഏതവസ്ഥയിൽ ഇത് മാറ്റും? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ സവിശേഷതയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ ഖുർആൻ അറിയാത്ത ധാരാളം മനുഷ്യരുണ്ട്. നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്താണ് ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, വാപ്പാനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക വാപ്പാന്റെ വസിയത്ത് നിർവഹിക്കലാണ്. അതേപോലെ നബി നമുക്ക് ചെയ്ത വസിയത്ത് എന്നാണ്, ഇവിടെ ഹാജറില്ലവൻ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഈ ഗ്രന്ഥം ഞാൻ നിങ്ങളിൽ വിട്ടയച്ചു പോവുകയാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഈ 2 കാര്യങ്ങൾ ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം നന്നാവണം, വേറെ ഈ ജനതയുടെ ജീവിതം നന്നാക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തി ആളുകളിലേക്ക് വിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്യുന്ന ഹിദായത്തുണ്ട്, ഹുദൻ ലിന്നാസ്. ഇതിന് നിമിത്തമാകാൻ നമ്മൾ പരിശ്രമിക്കുക. ഖുർആനുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മറ്റൊന്ന്, ഖുർആനിൽ നമ്മൾ ഫിക്ർ ചെയ്യുക. അല്ലാമ റഷീദ് റിള പറയാണ്, ഖുർആനിൽ ഫിക്ർ ചെയ്യൽ എല്ലാവർക്കും ഫർള് ഐനാണ്. ഫർള് ഐൻ എന്ന് പറയുന്ന പണ്ഡിതൻ പറയണമെങ്കിൽ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ഫിക്റിന് എന്താ വിശദീകരണം? നമ്മളിങ്ങനെ ഇരുന്ന് വെറുതെ ആലോചിക്കണേനല്ല ഫിക്ർ എന്ന് പറയാ. പടച്ചോനെ ഞാൻ രക്ഷപ്പെടൂലേ, കഴിച്ചിലാവൂലേ എന്ന ചിന്തക്കാണ് ഫിക്ർ. എന്താ ഫിക്ർ? മറ്റത് തദബ്ബുറാണ്. ലോകത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ഗസ എന്താവും, പലസ്തീൻ എന്താവും, മിസ്ർ എന്താവും, അതൊക്കെ നിങ്ങൾ വേറെ ആലോചിച്ചോ. ഞാനെന്താവും എന്നാലോചിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.
നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുക. എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന 10 സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച 9 ആളെ നമ്മൾ നരകത്തിലാക്കിയിട്ടുണ്ടാവും. ഞാൻ മാത്രമേ രക്ഷപ്പെടും. നമ്മളെ കുറിച്ച് ആലോചിക്കൽ വളരെ കുറവാണ്, വളരെ കുറവാണ്. സഹാബികൾ എല്ലാവരുടെയും അവരെ കുറിച്ച് മാത്രം അവർ ആലോചിക്കുക. ആദ്യം അങ്ങനെ ചെയ്യാം. ഞാൻ എനിക്ക് സ്വർഗം കിട്ടൂലേ എന്നുള്ള വിചാരമാണ്. സ്വർഗം തരാം എന്ന് ആവർത്തിച്ചു പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ എപ്പോഴും ചോദിക്കെന്താണ്? ഒരു ദിവസം റസൂല് പറയാൻ, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ബാബുൽ ഈമാൻ, ബാബുൽ സ്വലാ, ബാബുൽ സക്ക, ബാബുൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ബാബുൽ സബർ, ബാബുൽ കാളിമീൻ അൽ ഗൈ, ബാബുൽ വുളൂ. ഇങ്ങനെ ഓരോ ഗേറ്റിനടുത്ത് പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റ് ചോദിക്കാൻ, ഈ 8 കവാടങ്ങളിലൂടെ ഞാൻ പോവോ റസൂലെ? അൻത മിൻഹും നിഅമ ഖൈറു സായിസീന മിൻ ദുആത്തിൽ മുസ്ലിമീന ഫഅബൂ ബക്കർ ഇമാമുൻ ബഅദ ഖൈരിൽ മുർസലീന ഫഅബൂ ബക്കർ ഇമാമുൻ ബഅദ ഖൈരിൽ മുർസലീന. അത്ര ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ എപ്പോഴുള്ള വിചാരം ഞാൻ രക്ഷപ്പെടൂലേ എന്ന വിചാരമാണ്. ഇതാണ് ഫിക്ർ. അതുകൊണ്ട് ഫിക്ർ ഫർദായിനാണ്. ഫിക്ർ ഫർദായിന. ഇങ്ങനെ ആലോചിക്കാൻ കുറച്ച് സമയങ്ങൾ മാറ്റിവെച്ചാൽ നമ്മളൊക്കെ കഴിച്ചില്ല, രക്ഷപ്പെടും. ഞാൻ മിഅ്റാജിന്റെ സമയത്ത് സ്വർഗം എനിക്ക് കാണിച്ചു തന്നു. അതിലൊരു കൊച്ചു ഭവനം ഞാൻ കണ്ടു. ഇതാരുടെ ഭവനമാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഉമർ അൽ ഖത്താബിന്റെ വീടാണ്. ഉമർ അൽ ഖത്താബിന്റെ വീടാണ്. ആര്? സ്വർഗത്തിൽ തന്നെ ഒരു വീട് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഒരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗത്തിലൊരു വീട് പർച്ചേസ് ചെയ്തിരിക്കാൻ. എന്നിട്ട് ഈ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തിരുന്ന ഒരു സഹാബിയുടെ അടുത്ത് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുദൈഫനെ കണ്ടാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ആലിംഗനം ചെയ്തിട്ട് അബൂ ഹുദൈഫനോട് ചോദിക്കും, അബൂ ഹുദൈഫ, ആ ലിസ്റ്റിൽ സാധുവായ ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഏത് ലിസ്റ്റില്? മുനാഫിക്കുകളുടെ ലിസ്റ്റില്. നമ്മളെ നാട്ടിൽ വളാഞ്ചേരിയോ കുറ്റിപ്പുറത്തോ നിങ്ങൾ സങ്കല്പിക്കുക, ഒരാളെ കയ്യില് ആരോ ഒരു മുനാഫിക്കുകളുടെ ലിസ്റ്റ് കൊടുത്തു എന്ന് വെക്കുക. നമ്മൾ പോയി അയാളെ കണ്ടാ എന്താ ചോദിക്കുക? ആരൊക്കെ ഉണ്ട് എന്നാ ചോദിക്കുക. വ്യത്യാസമുണ്ട്. ആരൊക്കെ ആ ലിസ്റ്റിലുണ്ട് എന്നാ ചോദിക്കുക. ഞാനുണ്ടോന്നാണ് ചോദിക്കണം. ഉമർ ഖത്താബ് ഞാൻ ഉണ്ടോന്നാ ചോദിക്കണേ. ഞാൻ രക്ഷപ്പെടൂലേ എന്ന വിചാരം, ഈ വിചാരം വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഖത്താബ് ലാ നബിയ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമർ ഖത്താബ്, അത് ഖത്താബിന്റെ മകൻ ഉമറാണ്. അപ്പൊ ഇവർക്കൊക്കെ സ്വർഗത്തിക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിയാലും അവസാന നിമിഷം വരെ രക്ഷപ്പെടൂലേ എന്ന ചിന്ത, ഈ ചിന്ത ഖുർആൻ ഓതുമ്പോണ്ടാവും, സ്വർഗത്തെ കുറിച്ച് ഓതുമ്പോണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടമുറിയാതെ അവർ കരയുന്നത്. കരഞ്ഞ ആളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിസ്കരിക്കുന്ന ഇമാമ് നിൽക്കുന്ന സമയത്ത് അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഈ 3 വചനങ്ങളല്ലാതെ ഞങ്ങളൊന്നും അബൂബക്കറിന് കേട്ടില്ല. ഏങ്ങിയുള്ള കരച്ചിലല്ലാതെ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പ്രാർത്ഥന തന്നെ അല്ലാഹ് ഖുർആനുമായി സഹവസിക്കുമ്പോൾ എന്നെ നീ തിരിച്ചു വിളിക്കണം എന്നുള്ള, അതേപോലെയാണ് അദ്ദേഹത്തെ അള്ളാഹു തിരിച്ചു വിളിച്ചത്. സാഹിബുൽ ഖുർആൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം ഇങ്ങനെ വീട് വളഞ്ഞ് നിസ്കാരത്തിനുള്ള എല്ലാ സന്ദർഭവും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പള്ളിയിൽ പോവാൻ അനുവദിച്ചിരുന്നു ശത്രുക്കൾ, അതും പൂട്ടി. ആ സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് അലി ബിൻ അബീ ത്വാലിബും ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരും വന്നിട്ട് പറയാൻ, നിങ്ങൾക്ക് മക്കയിലേക്ക് രക്ഷപ്പെടാം, ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷ നോക്കാം. അലി റളിയല്ലാഹു അൻഹുവിനോട് ചിരിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾക്ക് സുരക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വന്തം ജീവൻ അങ്ങോട്ട് വീണാലല്ലാതെ താൻ സംരക്ഷണം കൊടുത്ത ഒരാളെ തൊടാൻ ആരും അനുവദിക്കില്ല. അലി ഇബ്നു അബീ ത്വാലിബ് അനുവദിക്കില്ല. അത്ര ധീരനായ മനുഷ്യരാണ്, അത്ര ധീരനായ ആളാണ്. അതുകൊണ്ട് അലി, താങ്കളുടെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മദീനയിൽ ഒരു പ്രശ്നം വരുമ്പോ സ്വന്തം കാര്യം നോക്കി വേറെ ഒരു നാട്ടിലേക്ക് ഒരാൾ രക്ഷപ്പെട്ടാൽ അവന് സ്വർഗം തടയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എനിക്ക് ഇവിടെ കടന്ന് മരിക്കണം, സ്വർഗാണ് വലുത്.
മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ഒരു അവസരമുണ്ട്. ഫാത്തിമ, നാളെ മരണപ്പെട്ട് പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ നരകം കാക്കുന്ന മലക്കുകൾ സാധുവായ എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടാൽ നീ നിന്റെ ഉപ്പയോട് പറയണം, അലി പാവമാണ് ഉപ്പ, അലിയെ സ്വർഗത്തിലാക്കാൻ ശുപാർശ ചെയ്യൂ, അലിയെ സ്വർഗത്തിലാക്കാൻ ശുപാർശ ചെയ്യൂ. ഇവർക്കൊക്കെ സ്വർഗത്തിനും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച മനുഷ്യരുടെ ആശങ്കയാണെന്ന് പറയണേ. അപ്പൊ നമ്മളൊക്കെ എത്രയാണ് ഇതിൽ ഫിക്ർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ നമുക്കറിയാം. വിശുദ്ധ ഖുർആനിന്റെ ആ വെളിച്ചവും ആ ഊർജവും ശേഖരിച്ച് ലോകത്തെ ഒരു വലിയ സംവിധാനത്തോട് പോരാടി ലോകത്ത് വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത നമ്മൾ ജീവിക്കുന്ന ലോകത്തുണ്ട്. അവരുടെ എതിർഭാഗത്താരാണ്? തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന, സ്വന്തം ആദർശവും വിശ്വാസം ഉണ്ട് എന്ന് കരുതിയിരുന്ന അറബ് രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനം മറുഭാഗത്താണ്. നിങ്ങൾ ആലോചിച്ചു, പിഞ്ചു കുഞ്ഞ് പടഞ്ഞു മരിക്കുമ്പോ ഒരു അതിർത്തി തുറന്നാൽ ഗസയിലെ പട്ടിണി മാറും. ആ അതിർത്തിയുടെ കാവൽക്കാരനാരാണ്? അബ്ദുൽ ഫത്താഹ് സിസി എന്ന നീചനായ മനുഷ്യൻ. അബ്ദുൽ ഫത്താഹ് സിസി എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ പേര് ഒന്നും നാവുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. അത്രയും വൃത്തികെട്ട മനുഷ്യൻ. കാരണം ഇത്രയധികം മനുഷ്യർ, 22,000 ആളുകൾ വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും രോഗം കൊണ്ടും മാറിയപ്പോ ഒരു സിറിഞ്ച് കൊടുത്താൽ, ഒരു ഔഷധം എത്തിച്ചാൽ, 1 ലിറ്റർ വെള്ളം എത്തിച്ചാൽ ജീവൻ രക്ഷിക്കമായ സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി അടക്കാണെന്നിട്ട് ഇസ്രായേലിനോട് ചോദിക്കാൻ തുറക്കട്ടെ. ആര്? സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി തുറക്കാൻ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇവർ വിശ്വസിക്കുന്നത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കക്കാണ്. അല്ലാന്നാണല്ലോ മനസ്സിലായത്. വലില്ല. ഈ വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ, ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ആരുടെ മുന്നിലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. വേറൊന്നും ഓഫർ വരില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് വലുതാക്കി തരാം, നിങ്ങളുടെ പ്രസ്റ്റീജ് അത് കൂട്ടിത്തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഓഫർ ഒന്നുമില്ല. ഇസ്സത്തോടു കൂടി ജീവിക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ഈ വില കൂടിയ കുതിര, വേഗതയുള്ള കുതിര, ഇതിനേക്കാൾ വേഗതയുള്ള കുതിര ഞാൻ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് എന്നെ കാത്തു നിന്ന് ഇത്രയും മനുഷ്യന്മാർ ഇവിടെ നിന്നിട്ടില്ല. നീ ഇപ്പൊ കൊണ്ടുവന്ന ജോഡി വസ്ത്രത്തെക്കാൾ പളപളപ്പുള്ള വസ്ത്രം ധരിച്ച് മക്കയിലൂടെ നടന്ന ഒരു ഉമറുണ്ട്. പക്ഷെ അന്ന് ഉമ്മറിനൊരു വിലയില്ല. പക്ഷെ ഇന്ന് പീറിപ്പറിഞ്ഞ വസ്ത്രവുമായി, മുഷിഞ്ഞ വസ്ത്രവുമായി വന്ന ഉമറിനെ ഇത്രയും മനുഷ്യർ കാത്തു നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അബൂ ഉബൈദ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം, അല്ലാതെ നീ കൊണ്ടുവന്ന വസ്ത്രമോ നീ കൊണ്ടുവന്ന കുതിരയോ അല്ല. അപ്പൊ ഇസ്ലാമാണ് ഇസ്സത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ ഇസ്സത്തിന്റെ ഓഫറാണ്. അതുകൊണ്ട് ഇസ്സത്തിന് 3 മുദ്രാവാക്യങ്ങളാണുള്ളത്. റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ. നമുക്ക് ഖുർആൻ തന്നെ ഒരു ഓഫറാണ്. അതന്നെ നിങ്ങൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയ അള്ളയാണ് റബ്ബ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ തൃപ്തിപ്പെടുക. 3-ാമത്തെ എന്റെ ദീൻ ഇസ്ലാമാണ്. ഇതിൽ നിങ്ങൾക്ക് അഭിമാനം വിശ്വാസം മാത്രം പോരാ, അഭിമാനവും തൃപ്തി ഉണ്ടെങ്കിൽ ഷാഹി സമ്പൽ ജുമാ മസ്ജിദിലെ എല്ലാ സൗണ്ട് സിസ്റ്റവും പോലീസ് ബലം പ്രയോഗിച്ചഴിച്ചു കൊണ്ടുപോയി. 76 വയസ്സുള്ള ഒരു വയോധികനായ മുഅദ്ദിൻ അതിന്റെ ഏറ്റവും മുകളിൽ വലിഞ്ഞു കയറി ബാങ്ക് വിളിക്കാൻ. അദ്ദേഹത്തിന് ബാങ്ക് താഴേന്ന് കൊടുത്താൽ മതി, പക്ഷെ ആ വിളിക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ടല്ലോ. റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. സുഫിയാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ നിസ്കരിക്കണ്ടെന്ന് യോഗി സർക്കാർ പറഞ്ഞു. അപ്പൊ വീട്ടിൽ തറാവീഹ് ജമാഅത്ത് ഉണ്ടാക്കി. തറാവീഹ് വീട്ടിൽ നിസ്കരിച്ചതിന് ഫൈനായി 5 ലക്ഷം രൂപ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. 5 ലക്ഷം കൊടുത്തു. ഇനി നാളെ മുതൽ തറാവീഹ് വേണ്ട എന്നാ ചെറുപ്പക്കാരൻ വിചാരിച്ചില്ല. പിന്നെയും തറാവീഹ് നിസ്കരിക്കും. അഅ്സനല്ലാഹു ബിൽ ഇസ്ലാം. അതുകൊണ്ടാണ് ലാ ഹിജ്റത ഇല്ലാ ലിൽ ഖുദുസ് എന്ന് റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ അധികായകന്റെ മുന്നിൽ ഒരു നേരത്തെ മര്യാദക്ക് ഭക്ഷണം കിട്ടാത്തൊരു ജനത വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമാണ്. 10,000-കണക്കിന് സ്ത്രീകൾ തല മുട്ടയടിച്ചിരിക്കുകയാണ്. കാരണം കുളിക്കാൻ വെള്ളമില്ല. അതുപോലെ തന്നെ എത്ര മനുഷ്യർ കാലും കൈയും നഷ്ടപ്പെടാത്ത ഒരു വീട്ടിൽ ഒരാളെങ്കിലും
4,20,00,000 ടണ്ണാണ് ഗസയിലെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റ് നീക്കാൻ നോർമലി 16 കൊല്ലെടുക്കും. വേസ്റ്റ് മാത്രം നീക്കാൻ. പൊളിച്ച പള്ളി 370 പള്ളികളാണ്. 370 പള്ളികളാണ്. കാരണം ഗസക്കാരിൽ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ പള്ളിയുള്ള ഒരു സ്ഥലമാണ് ഗസ. എല്ലാ പള്ളിയും, ഞാൻ നേരത്തെ അവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പ്രസിദ്ധമായ എല്ലാ പള്ളികളും തകർത്തു. 16 പള്ളി നിർമ്മിച്ചു അവർ. എത്ര ദിവസമായിട്ടുള്ളൂ? 16 പള്ളി. എന്നാ ഈ പൊട്ടിയ പള്ളിയിലെ മുകളിലെല്ലാം മുസല്ല വിരിച്ചവർ നിസ്കരിക്കുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്. അവരൊരാളുടെ മുന്നിലും മുട്ടുമടക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. 100 കണക്കിന് ചെറുപ്പക്കാർ ജയ് ശ്രീരാം വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഓടി വരുമ്പോ ആ പെൺകുട്ടി തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ പ്രതിരോധിക്കാൻ കാണിച്ച തന്റെ ഇടമുണ്ടല്ലോ, ആ തന്റെ ഇടത്തിന്റെ പേരാണ് റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് ഉമ്മത്തിനുണ്ടെങ്കിൽ ലിബറലിസവും വ്യക്തിവാദവും ഒക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെ അനിയന്ത്രിതമായി കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നെങ്കിൽ ഈ 3 മുദ്രാവാക്യം ഉണ്ടാവണം. മദ്രസ പഠിച്ചിട്ട് കാര്യമില്ല. ഷഹബാസിനെ കൊന്നവര് മദ്രസ പഠിച്ചവരാണ്. അഫ്ഫാന് മദ്രസ പഠിച്ചവനാണ്. മദ്രസയെ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടില്ല. പഠിക്കണ്ടെന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതുകൊണ്ട് അസേർട്ടിങ് ഉണ്ടാവും. നിലപാട് വളരെ പ്രധാനമാണ്. നിലപാടെടുക്കാൻ ധൈര്യം വളരെ പ്രധാനമാണ്. കൂടെ ഇരിക്കുന്ന എല്ലാവരും കള്ളു കുടിക്കുമ്പോൾ നോ എന്ന് പറയണമെങ്കിൽ അതിന് 10ാം ക്ലാസ് മദ്രസ മാത്രം പോരാ, നിലപാടുണ്ടാവണം. നിലപാടിന്റെ അടിസ്ഥാനമാണ് ഈ 3 കാര്യം. ഈ 3 കാര്യങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങളെ കുട്ടികൾ മദ്രസയിൽ പോയില്ലെങ്കിലും വല്ല ഹരിക്കും അടിപെട്ടില്ല. ഏത് ക്യാമ്പസിലായാലും നിലപാടുള്ള കുട്ടികൾ വളരെ പ്രധാനമാണ്. നിലപാട് പഠിപ്പിക്കേണ്ടത് മദ്രസ അല്ല, ഉപ്പയുമ്മയാണ്. ഉപ്പയുമ്മയും നിലപാട് പഠിക്കണമെങ്കിൽ അവരാദ്യം ഖുർആൻ പഠിക്കണം. വീടുകളിൽ ഖുർആൻ ഉണ്ടാവും. നിങ്ങളെ ഹൃദയം അണക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം അണക്കുമെന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ട് മാത്രമല്ല, അദ്ദിബുഹുമുൽ ഖുർആൻ എന്നാ പറഞ്ഞത്. ഖുർആൻ പഠിപ്പിക്കൂ എന്നാണ്. പഠിപ്പിച്ച ഹൃദയം ഇണങ്ങും, ഇണങ്ങിയ നിലപാടുണ്ടാവും. കാരണം ഖുർആൻ നമ്മളെ സിലബസ് ഔട്ടായത് കൊണ്ടാണ് 10-25,000 മദ്രസകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും 10,000-കണക്കിന് അധ്യാപകരും കോടിക്കണക്കിന് രൂപ മാസം സാലറിയും കൊടുത്തിട്ടും നാർക്കോട്ടിക് വേട്ടയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമാർക്കാണ്. ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. നമ്മൾ അതിന്റെ മറുവശങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എത്ര സിസ്റ്റമാറ്റിക്കായി മദ്രസയിൽ പോകുന്ന ഒരു സമുദായം വേറെ ആരാണ്? ഇന്ത്യയിൽ, കേരളത്തിലല്ല, ഇന്ത്യയിൽ ആരാണ്? കേരളത്തെ പോലെ സിസ്റ്റമാറ്റിക്കായ മദ്രസ വേറെ എവിടെ ഇല്ല. പക്ഷെ നമ്മളെന്തോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഖുർആൻ കൽബിലുണ്ടാവണം. ഖുർആൻ മാത്രമാണ് മനുഷ്യനെ നന്നാക്കുക. ബാക്കിയൊക്കെ അമലിന്റെ വിജ്ഞാനാണ്. എങ്ങനെ കുളി നന്നാക്കാം, എങ്ങനെ ഉളു മുറിഞ്ഞാൽ ശരിയാക്കാം, കുളിയുടെ ഫർളും ഷർത്തും ഹജ്ജിന്റെ കർമ്മങ്ങളും ഷർത്തുമൊക്കെയാണ് പഠിപ്പിക്കുക. ഹൃദയം നന്നാക്കേണ്ട കർമ്മം ആദ്യം ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങളെ മെനുവിലുണ്ടോ, കുട്ടി രക്ഷപ്പെടും. ആ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെനുവാണ് ഈ 3 ഈമാനിന്റെ മാധുര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മുദ്രാവാക്യം, അത് നെഞ്ചേറ്റിയ ഒരു ജനത നിങ്ങൾ ആലോചിച്ചു നോക്കുക. വളരെ പെട്ടെന്ന് ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഉന്മൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി അവസാന ഹമാസ് എഴുതിയ വെടിനിർത്തൽ കരാറിന് ഉപാധികളില്ലാതെ കീഴടങ്ങേണ്ടി വന്നു. ഒപ്പുവെച്ചിരിക്കുകയാണ്. നീ യുദ്ധത്തിൽ ആളുകളെ നിരപരാധികളെ കൊന്നു എന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപാധികളില്ലാതെ കീഴടങ്ങേണ്ടി വന്ന അവസ്ഥയിലേക്ക് അവർ വന്നു. ആ അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ തൂഫാനുൽ അഖ്സ കഴിഞ്ഞു. തൂഫാനുൽ ഔദ മടങ്ങി വരവിന്റെ ആഘോഷമാണ്. എല്ലാവരും തിരിച്ചു മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വന്ന് വലിയ ഇഫ്താറുകൾക്ക് ഗസ സാക്ഷിയായി. വിഭവങ്ങളൊക്കെ കുറവാണെങ്കിലും വലിയ വലിയ ഇഫ്താറുകൾ, തറാവീഹ് നമസ്കാരങ്ങൾ, അതുപോലെ ഇഫ്താർ സംഗമങ്ങൾ ഒക്കെ ഗസയിലും പതിവ് പോലെ തുടങ്ങി വരികയാണ്. ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരാനുള്ള ആത്മവിശ്വാസം അവർ നെയ്തെടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മുടെ കയ്യിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്. നമുക്ക് അതിജീവനത്തിന്റെ മരുന്നും ശേഷിയും അതിജീവനത്തിന്റെ കഴിവും പ്രാപ്തിയും നൽകേണ്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അതാണ് ലോകത്ത് അത് നൽകിയിട്ടുള്ളൂ. അതാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും പ്രകാശമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ജഗന്യന്താവതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്ഥലിതങ്ങൾ, വീഴ്ചകൾ
അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾ, സമ്പത്തുകൾ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ജഗന്യന്താവായ കാരുണ്യക്കടലായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.